സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravoor. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനമായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ വിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. എടവനക്കാട് പുളിക്കനാട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KPMHS എടവനക്കാട് വിദ്യാർത്ഥി ശിവയുടെ പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. മോനമ്പം SHO ശ്രീകുമാർ P സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോഷി അധ്യക്ഷത വഹിച്ചു. വൈപ്പിൻ നിയോജകമണ്ഡലം MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഞാനിത് പരിശോധിച്ച് എന്തുകൊണ്ടാണ് ഈ ജൂൺ 26 എന്ന തീയതി ലോക ലഹരി വിരുദ്ധ ദിനമായി തെരഞ്ഞെടുക്കാൻ കാരണം ഞാൻ പരിശോധിച്ചപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയുടെ ഒരു ലേഖനം എനിക്ക് വായിക്കാൻ അവസരം. അതിനൊരു ചരിത്ര പശ്ചാത്തലം പറയുന്നുണ്ട്. 1838 ചൈന ആരംഭിച്ച ഒരു ലഹരി വിരുദ്ധ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന്റെ സ്മരണയാണ്. നിങ്ങൾ ആലോചിക്കുന്ന വർഷം 1838 ചൈന അഭിമുഖീകരിച്ച ചൈനയിലെ ജനങ്ങൾ ലഹരിക്ക് അടിമപ്പെടുന്ന വ്യാപകമായപ്പോൾ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദിച്ചത് ലഹരി വ്യാപനം വന്നപ്പോൾ അവിടുത്തെ ചൈനയിലെ ചക്രവർത്തി അതിശക്തമായ ഒരു പോരാട്ടം ലഹരിക്കെതിരെ ആരംഭിച്ചു. അതിന് അദ്ദേഹം വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പേരാണ് ലിങ് സെക്സു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയൻ, എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിയ റോസ്മി, എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി ബെർണാഡ്, ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് എന്നിവർ ആശംസകൾ നേർന്നു. പോലീസ് സബ് ഇൻസ്പെക്ടർ സച്ചിൻ S കാർമൽ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിനോദ് നരനാട്ടിന്റെ ഹിറ്റ് ഷോ മീഡിയ ഉണർവ് ഷോർട്ട് ഫിലിം പ്രദർശനം, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു ഭാസ്കർ നയിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ലെന്നും അവയുടെ ഉത്പാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും ചടങ്ങിൽ വൈപ്പിൻ മേഖല സൗണ്ട് അസോസിയേഷൻ സെക്രട്ടറി ഡാനി, മനീഷ് മാനുവൽ, ഷാൻഡോ ജെറാൾഡ്, ഗോപാലൻ, ചിത്രകാരൻ നാസർ ബാബു മംഗലത്ത്, അഡ്വക്കേറ്റ് സാബു എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, തീം ഡാൻസ്, ചിത്രകലാകാരന്മാരുടെ ലൈവ് ചിത്രരചന എന്നിവയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. സമൂഹത്തിൽ ലഹരിക്കെതിരായ ശക്തമായ സന്ദേശം പ്രചരിപ്പിക്കാൻ പരിപാടിക്ക് സാധിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത.